ആ വണ്ടിയിൽ എന്താണ് ഒരു പഞ്ചാരി വേളൊക്കെ അയ്യോ അകത്തോട്ട് നോക്കിയേ വണ്ടി ഒന്ന് കേറാൻ പറ്റുമോ കയറി ഒന്ന് കേറ്റു പുള്ളി എന്തോ മരുന്നെന്തോ കൊടുക്കാൻ പോണെന്ന് പറഞ്ഞായിരുന്നേ. പുള്ളിക്കാരനെ താഴോട്ട് അയ്യോ പുള്ളിക്കാരനെ താഴോട്ട് നിർത്തണേ സാറേ, പുള്ളിക്കാരനെ താഴോട്ട് നിർത്തണം. അല്ലല്ല താഴോട്ട് നിർത്തി. സാറൊന്ന് മാറണേ, എല്ലാരും മാറി കൊടുത്തേ. ഇത് മരിച്ചതല്ല സാർ, ഇത് അണ്ണ എന്റെ മുറപ്പെണ്ണ പോവണ്ണ. അവിടെ ഒരാൾ ശവമായിട്ട് കിടക്കുന്ന ദിവസം തന്നെ വേണമായിരുന്നല്ലേ? അല്ല അണ്ണനെ അതൊക്കെ ഹലോ പറഞ്ഞ അണ്ണനെ ആരും ഹായ് മുറപ്പെണ്ണെ. എന്ത് പേരെന്തായിരുന്നു? ഹായ് റിയ. സുഖമല്ലേ? എനിക്ക് സുഖമാ. എന്തുണ്ട് പിന്നെ വിശേഷങ്ങള്? നല്ല വിശേഷം. രായന്റെ മുറപ്പെണ്ണാണല്ലേ? രായനെ തന്നെ കല്യാണം കഴിക്കാനാണോ പ്ലാൻ? അല്ലല്ലേ? എന്തല്ലോ നന്നായി. ഒരു കാര്യം പറഞ്ഞോട്ടോ, പറഞ്ഞോ. ബോഡി കൊണ്ടുപോയി ഇവിടെ ചൊല്ലിക്കൊണ്ടിരിക്കും. റിയ നമ്മുടെ കുടുംബത്തിലെ ഒരാളെ മരിച്ചു പോയായിരുന്നു 3 വർഷം മുമ്പ്. പുള്ളിയെ പുലി അടിച്ച. ചുമ്മാ ബിയർ അടിച്ച് പൂച്ച കയറി പിടിച്ച പൂച്ച അടിച്ചോന്നോ? അല്ലല്ല പുലി അടിച്ച. ഇത് രായന്റെ മുറപ്പെണ്ണ്. അതിന്റെ മുറപ്പെണ്ണ റിയ. ജോക്കർ. റിയയുടെ പേര് അറിയ. ജോക്കർ എന്ന് കേട്ടിട്ടില്ലേ? മുതുക്കി വെച്ച് വേറൊരു ജോക്കറിനെ പരിചയപ്പെട്ടായിരുന്നു. അത് മെമ്മാസിലെ ജോക്കർ, അത് ജോക്കർ, വേറെ ജോക്കർ. ഇത് 916 ഒറിജിനൽ OG. ഒറിജിനൽ മുഖത്തുള്ള ഒരു അത് കണ്ണാപ്പിയായിരിക്കും കേട്ടോ. ഡെഡ് ബോഡി ഉണ്ട്. കണ്ണാപ്പി എടാ ഇടിച്ചിടാടാ. ഇതിനകത്തോടെ കേറുന്നേ നമ്മുടെ വണ്ടി. വണ്ടി ഇറങ്ങണേ. അകത്തോട്ട് നോക്കിയേ വണ്ടി ഒന്ന് കേറാൻ പറ്റുമോ കയറി ഒന്ന് കേറ്റു. നീ എന്താ കെട്ടിപ്പിടിച്ചിരിക്കണോ? ശവം പോയി. ശവം പോയി. അതെന്തൊരു സീനാ ഇപ്പൊ കണ്ടത്. എടാ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഒരു കാര്യം പറയട്ടെ. എല്ലാരും ഈ വണ്ടിക്കകത്ത് കേറാൻ നിക്കാതെ എസ്കോർട്ട് ആയിട്ട് വാടാ. ഇത് എല്ലാരും കൂടെ എന്തിനാ ഇതിനകത്ത് കേറണേ? ചന്ദ്ര 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 കേക്കോ? ചന്ദ്ര നിനക്കൊരു കൂട്ട്. ശവം കിട്ടിയത് ഇറങ്ങിയാണെന്ന് വെക്കട്ടായിരുന്നു നെഞ്ചത്തോട്ട്. ഒന്നൊന്നളാ ഇനിയിപ്പോ എനിക്ക് വലിയ ടെൻഷൻ ഇല്ല കേട്ടോ.
സ്ഥലം കറക്റ്റല്ലേ? സ്ലാഷ് ബി ബാക്ക് ടു അല്ല നീ എസ്കോട്ടോ ചന്ദ്ര വാ അങ്ങോട്ട് വാ എടാ ഇത് എടാ പിത്തൽജി പുറലോട്ട് കാട്ടാക്കിയുടെ ജിമാലൊക്കെ പോ എടാ ഒന്ന് എടുത്തോണ്ട് പോയി വണ്ടി പോട്ടെ ഇത് മുള്ളി സത്യം മുള്ളി ആള് പോയി എടാ വണ്ടി എടാ ഒന്ന് കേറടാ വണ്ടി എടുത്ത മുള്ളി എടുക്കും നീ നമ്മുടെ രണ്ടുപേരുടെ മുടി എന്താണ് കേറി മുള്ളി വണ്ടി എടുക്കോ കൊറേ നേരമായി പറയുമ്പോൾ ഹോട്ട് വെയർ അറിയാവോ എന്തോ ഞാൻ ബാബു എനിക്കറിയാം മുള്ളി ഒരു കാര്യം പറയട്ടെ ആംബുലൻസ് എടുക്കുന്നവർക്ക് 5 ദിവസം ഏത് വഴി നേരെ ആ ഓക്കെ എടാ ഈ പിത്തൽജി എടീ നിങ്ങൾക്കാർക്കെങ്കിലും പിത്തൽജി വണ്ടിയുടെ പുറത്തിരിക്കുന്നതായിട്ടാണോ കാണുന്നത്? എല്ലാരും ഹോൺ അടിച്ച് പൊക്കോ മുള്ളി ആ പൊതുദർശനത്തിന്റെ പിന്നെ അകത്ത് വെച്ച് കാണാം എടാ അത് പുറത്തിരിക്കട്ടെ അവൻ പുറത്തിലാടിയതോ എന്തൊക്കെയാ പറയണേ ആ കുതിരെ 4 പേര് കാണട്ടാ പിത്തൽജിയുടെ ബോഡി പിത്തൽജി ഓക്കെ അല്ലേ ഭാഗ്യേ എത്ര പേരല്ലേ എടാ പയ്യെ പോടാ പക്ഷെ മരിച്ചാല് ഗ്ലാമർ ഒരു കുറവുമില്ല അല്ലേ മുള്ളി സത്യം സത്യം അണ്ണൂനൊക്കെ ഒരു സുന്ദരനാണ് കേട്ടോ പിത്തൽജി ഇപ്പൊ പിത്തൽജി ലുക്കല്ലേ എടാ മുതുക്ക് വഴി ഒരു പ്രദർശനം വെച്ച് പോകട്ടാ ബോഡി ആരാ? എന്നാൽ നല്ലൊരു മനുഷ്യനായിരുന്നു പിത്തൽജി മരിച്ചപ്പോ എന്ത് വിഷമാണ് മുള്ളി ഈ നാട്ടുകാർക്കൊക്കെ ആള് കണ്ണിൽ ഉണ്ണിയായിരുന്നില്ലേ നാട്ടുകാരുടെ പക്ഷെ അധികം ആൾക്കാർ അറിഞ്ഞില്ല കേട്ടാ മുള്ളി എല്ലാരും അറിയിക്കണ്ട കേട്ടോ കാരണം ആള് ലാസ്റ്റ് ടൈം മുള്ളിക്ക് ഗ്യാങ് ഫണ്ട് തന്നപ്പോ ഒരു 150 കോടി കടം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് തിരിച്ചു പോകാം ഫോൺ അടിക്കില്ല മുള്ളി ഭയങ്കര അനായി ഇത് എതുവഴിയാ പോകണ്ടേ പാട്ടിട്ടാ മറ്റേ ഒടുവിലെ യാത്ര എന്തൊക്കെ അങ്ങോട്ട് പോവുകയാണ്. മറ്റില്ല പാട്ടൊക്കെ ആംബുലൻസ് ഓടിക്കാൻ ശ്രമിച്ചു. ദയവ് ചെയ്ത് ആംബുലൻസ് നിർത്തേണ്ടതാണ്. മുള്ളി പിടിക്കപ്പെട്ട ആംബുലൻസ് സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് വെളിയിറങ്ങ്. ആംബുലൻസിന്റെ വെളിയിറങ്ങ്. ശവങ്കടത്തൽ കേസായി മുള്ളി തല വെച്ച് ഇറങ്ങിയാ മതി പിത്തൽജിയാണെന്ന് പറയാ കണ്ണ എടാ ബാക്കപ്പ് എക്സ്എംടി കോൺടാക്ട് അവരുടെ വെഹിക്കിൾ ഇട്ടിട്ടുണ്ടെന്ന് പറ. ഇതൊക്കെ എന്ത് അണ്ടിയാണ് ഇതൊക്കെ എടാ പിറ്റേര് നോക്കിക്കണ്ടോ പിറ്റേര് എന്റെ പൊന്ന് സാറേ നമ്മളിത് അവരുടെ പെർമിഷനോട് കൂടി എടുത്തൊരു ആംബുലൻസാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ ഡെഡ് ബോഡി ഗ്യാങ് ഹൗസിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഒരു സെക്കൻഡ് സത്യതല്ല അല്ല ഇവിടെ കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ വന്നതിന് അതിന് കാണാൻ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് സാർ മരിച്ചുപോയ ഒരാളല്ലേ ഉള്ളിലെ കാണാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങളെ വണ്ടി എടുത്തു ശവപ്പെട്ടി വന്നു എന്ത് നമ്മളെ സാറ് നമ്മളെ പെർമിഷനോട് കൂടി എടുത്ത വണ്ടിയാണിത്. സംഭവം എന്താ വെച്ചാല് ഒരു മിനിറ്റ് എക്സ്എംടി തന്നെയാണ് നമ്മളെ വിളിച്ചു പറഞ്ഞത് അവരുടെ വെഹിക്കിൾ മിസ്സിംഗ് ആണ്. ഇതുപോലെ എന്തോ വണ്ടി 4-5 വട്ടം നിങ്ങൾക്ക് കയറി ഇടിച്ചിട്ട് എന്തോ എടുത്തോണ്ട് പോയതാണ് അവര് നമുക്ക് തന്നെ. അത് വേണ്ട നമുക്ക് അവന്റെ വണ്ടി വേണ്ട കൊണ്ടുപോകാൻ പറ. രണ്ട് സ്റ്റെപ്പ്
എല്ലാവരും വന്നാൽ എങ്ങനെയാ? ശവം അപ്പുറത്തെ വണ്ടി കയറ്റി കണ്ണാ. ഓ, ശവം അപ്പുറത്തെ വണ്ടിയാണോ? വേണ്ട സാറേ, വേണ്ട സാറേ. ശവത്തിന് ഈ വണ്ടി കയറ്റ്. ആ ഇതാകുമ്പോ റീത്ത് ഫിക്സർ ഉണ്ടല്ലേ ബാക്കിൽ തന്നെ. ഈ വണ്ടി തെറ്റി നീ കയറ്റി. പോട്ടെ 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 പോട്ടെ. ആ വണ്ടിയിൽ എന്താണ് ഒരു പഞ്ചാരി വേളൊക്കെ? അതെന്താ ചിക്കൻ? ഊത്തൊക്കെ കോച്ചാ ഊതുന്നേ. രായണ്ണ ഊത്ത്. ഊത്തല്ലേ ഇത്? ഓടി പോയി. പോട്ടെ പോട്ടെ പോട്ടെ. ഇത്ര പേർക്ക് പുള്ളി സിറ്റി പോലെ ജീവൻ ഉള്ളപ്പോ പോലും കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല പുള്ളി കറച്ച് തമിഴ്നാട് ശവമാണ്. മാച്ച് ഇത്ര മാച്ചായിട്ടൊരു ശവത്തെ വേറെ കിട്ടിയിട്ടില്ല. വരും വരും വരുമെന്ന് പറഞ്ഞു. ശവം ഏൽപ്പിച്ചിട്ട് പയ്യെ നമുക്ക് ശവം എത്തിക്കാം അങ്ങോട്ട്. വാ, ശവം പോയി, ശവം പോയി. അയ്യോ ശവം പോയി, ശവം പോയി. ശവം ഒന്നും പോയില്ലടാ, അവിടെ ഉണ്ടോ? കസേര ശവമല്ലേ ഏട്ടാ. പൂ കണ്ടപ്പോ ബാക്കിലോട്ട് ആകർഷിച്ച്. സ്പീഡിൽ പോകുന്നപ്പോ ബാബു വന്നില്ല, അവരോട് വന്നിട്ട് ഒരുമിച്ച് പോകാൻ കഴിച്ചില്ല. എൻജോയ് ചെയ്ത് നിങ്ങൾ കാണാനുള്ളത് എൻജോയ് ചെയ്ത്. ഇതിന്റെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഗ്യാപ്പ് കൊടുക്കണോ? ശവത്തിന് പിയല്ലും ഇല്ല, പിന്നും ഇല്ല. ഒരു പ്രശ്നമില്ല. മനുഷ്യർക്കല്ലുള്ള മരിച്ചവന് പിയലെന്നാ. ശവം വെച്ചൊന്ന് ഡാൻസ് എല്ലാവർക്കും ഒന്ന് കാണാം ശവത്തിന്. ഇല്ലല്ല, പുതുക്കിലോട്ട് പോട്ടെ, പുതുക്കിലോട്ട് പോട്ടെ, പുതുക്കിലോട്ട് പോട്ടെ. നമുക്ക് ഗ്യാങ്കോസ് വെക്കാം. എല്ലാരും ഗ്യാങ്കോസിലോട്ട് വിളിക്കാം, എല്ലാരും ഗ്യാങ്കോസിലോട്ട് വിളിക്കാം. അങ്ങോട്ട് വാ. ആ ഊത്തൂതിയ ആളെ ലാസ്റ്റ് പിടിക്കാം. ഓരോ ഫംഗ്ഷൻ പിടിക്കാം. എടാ ആ ഊത്തുവണ്ടി ഫ്രണ്ടിലോട്ട് വാ, ഊത്തുവണ്ടി എടുത്തോട്ട് വാ. ഊത്തുവണ്ടി ഫ്രണ്ടിലോട്ട് വാ. ഊത്ത് ഫ്രണ്ടിൽ പോ. ആ പറടാ. ബോധവഴിയാക്കട്ടെ. കാരണവരെ കാണിച്ചിട്ടാണ് ബോഡി കൊണ്ടുവന്നത്. അല്ലല്ല, അങ്ങോട്ട് അങ്ങോട്ട് വിളിക്കാം. കാണിച്ചിട്ട് അവര് അറിയണ്ട. ഇപ്പം വിളിച്ചറിയിക്കുന്നതല്ലായിരിക്കട്ടാ. ഇതൊക്കെ ആരോ തീയല്ലായി തുടങ്ങി കേട്ടോ വീണ്ടും. ബാബു ബാബു വന്നാ, ബാബു വന്നാ. ആ വാ വാ വാ. ശവം തന്നെയല്ലേ കൊണ്ടുപോകുന്നേ. ഊത്ത് പാർട്ടിയാണ് ഉറപ്പായത്. ഊത്ത് പാർട്ടിയാണ്. ശവത്തിന്റെ ഡോറ് പോയേ. ചത്തവൻ എന്തിനാണ് ഡോറ്? കാരണം വാതിക്കേ പോണ്ട കേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, സെർവർ കത്തി പോയിട്ട് ഒരു ശവം കത്തിയില്ല. അത് അവർക്ക് ഫീലിപ്പിക്കുന്നില്ല. നമ്മളെ പോലെ PC ചെയ്തത്. ഇല്ല, ശവത്തിനൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ ശവം വീണാലും ശവത്തിനൊന്നും പറ്റൂല.
സൈഡ് യൂത്ത് ഇപ്പുറത്ത് മേളം ഇത് കണ്ടോ ഇത് അതെന്താണ് അത് ഫ്ലോട്ട് പോകുന്ന ഫ്ലോട്ട് ഉത്സവം അത് ഇതൊക്കെ കാണുന്ന പിത്തൽ ചെയ്ത് ബ്രോ. കണ്ണൻ ചേട്ടന്റെ പെർമിഷനോട് കൂടിയാണ് ഇങ്ങനെ ഒരു RP ചെയ്യുന്നത്, അല്ലാതെ ഒരു ക്യാരക്ടർ അബ്യൂസ് ഇല്ല ഇവിടെ, മനസ്സിലായ? കണ്ണൻ ചേട്ടന്റെ പെർമിഷനോട് കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു RP ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ കളിയാക്കാനും ഇതാക്കാനും ഒന്നും അല്ല ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കണ്ട ഇനി ആരും. കണ്ണൻ ചേട്ടനോട് ഓൾറെഡി പറഞ്ഞ് ഇതാക്കിയിട്ടാ ചെയ്യുന്നത് ഈ സിറ്റുവേഷൻ. പിത്തളണ്ട പിത്തളണ്ട ഇതൊക്കെയാണല്ലേ എങ്ക പിത്തളണ്ടക്ക് വേണ്ടി എല്ലാരും ജില്ല അവളെ എനിക്കത് മരിച്ചത് പുള്ളിയുടെ ആർച്ചല്ലേ അവൻ പണ്ടായിട്ട് പറഞ്ഞ അല്ല, ഞാൻ പറഞ്ഞത് അല്ലാതെ പറഞ്ഞ ഞാൻ. ആ ബോഡി കൂടി ഇതിലോട്ട് കയറ്റിക്കോ. അവന്റെ ബാഗിൽ കയറ്റിയത് മരിച്ചില്ലല്ലേ? അല്ല റീത്തിന്റെ തൊണ്ട് റീത്ത് പിക്സാ പെട്ടി പിക്സാ കയറ്റിയാ മതി ആളെ. ബോധമായി മരിക്കുന്നവർ ഇത് അയർച്ചി കയറ്റുക. എടാ ദൈവത്തിനോടൊന്ന് ചോദിക്കാം, അവിടെ ഒരു ശവപ്പെട്ടി എടുത്ത് തരാമെന്ന് ഗ്യാങ് ഹൗസില്. ജാഗോസി ഞാൻ ചോദിച്ചോ. അല്ല ഗ്യാങ് ഹൗസിന് മുന്നേ പ്രദർശനം ഉണ്ടോ? പിന്നില്ലാതെ വാ. ഫ്രണ്ടിലൊക്കെ ഗൈസ് എല്ലാരും വിളിക്കുക ചില്ലാവ്. RP ആയിട്ട് മാത്രം കാണുക. പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോ? ഓ വരാന്ന് പറഞ്ഞ ദൈവം. ഇപ്പൊ റിപ്പോർട്ട് ഇട്ടേ ഇപ്പം വരും. ഇപ്പൊ എന്തായാലും വരും ഇങ്ങോട്ട്. ഒരു ദൈവത്തിന് ശവം കാണുമ്പോ വരൂല്ലേടാ. അവർക്കല്ലേ അവരെ ഇവരെ ഇനി കാണാൻ പറ്റൂ, നമുക്ക് കാണാൻ പറ്റൂലല്ലോടാ. ഓ എന്തോ എന്റെ പൊന്നെ. വീഡിയോ വണ്ടി കയറ്റില്ല വീഡിയോ. എടാ വണ്ടിക്കകത്ത് കേറടാ. അകത്ത് കേറടാ കണ്ണാപ്പി. എടാ കണ്ണാപ്പി അകത്ത് കേറടാ ശവം. കത്തി അകത്താണ് എന്റെ അകത്താണ് കത്തി. ആര് കത്തി? കണ്ണാപ്പി കത്തിയൊന്നു. അവൻ കത്തി. എടാ വാ അകത്തോട്ട് അകത്തോട്ട്. ബാബു കേക്കാവോ? എടാ ഇത് ഫ്ലോട്ടായിട്ട് ശിവനെ കൊണ്ടുവന്നതല്ല ഞാൻ. ഹലോ എല്ലാരും കത്തി. സിറ്റി കത്തി. സിറ്റി കത്തിയടാ. സിറ്റി കത്തി. ഹലോ കാർലോ എന്തുപറ്റി? ഹലോ നമ്മുടെ പിത്തൽജി പോയി. കാർലോ പോയി. അയ്യോ നമ്മള് 3 വർഷം മുമ്പ് പോയപ്പോ പുള്ളി എവിടെയോ ടൂർ പോയതാ വിചാരിച്ച പുള്ളി ചത്തുപോയി. കാർലോ ചത്തുപോയോ? ബോഡി ഇപ്പൊ കണ്ടുവരും ഗ്യാങ് ഹൗസില്. എല്ലാരും കുടുംബത്തോടെ വന്ന് അവസാനമായിട്ട് ഒന്ന് കണ്ടിട്ട് പോണേ. ഓ എത്ര പേരുണ്ടോ കൂടിയോ? ഈ ഞങ്ങള് മറ്റേ ഒരു ഇതിലായിരുന്നു. അയ്യോ കൺസൈൻമെന്റ് ആണോ? കൺസൈൻമെന്റ് അല്ല, മറ്റേ ഒരു ട്രഷറിന്റെ ഒരു 100 പരിപാടിയിലായിരുന്നു. ആണോ? അയ്യോ ട്രെയിൻ കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് കാണണേ. വരാ. അയ്യോ നമ്മളിവിടെ ഉണ്ടാവോ? ഒന്ന് വരണേ. വരാ. നല്ലൊരു മനുഷ്യനായിരുന്നു. ഹലോ എന്തേലും പറഞ്ഞായിരുന്നോ? അല്ല നല്ലൊരു മനുഷ്യനായിരുന്നു. ഹൈറും പറക്കത്തൊക്കെ പറച്ചോൻ തരട്ടെ. ചത്തുപോയാൾക്ക് എങ്ങനെ ആയുസും ബർക്കത്തും കിട്ടുന്നത് എന്റെ കാരണോ? അത് ശരിയാ. അവിടെ വരാം. അവിടെ വന്നിട്ട് നമുക്ക് ഓക്കെ കാർലോ. അത് തമിഴ്നാട്ടല്ലടാ ഡാൻസ് കളിക്കണ. പുള്ളി തമിഴ്നാട്ടിലല്ലടാ. അവരിങ്ങനെയാണോ വിഷമം എക്സ്പ്രസ് ചെയ്യുന്നത്? കട്ടായില്ല. ഇതെങ്ങനെ കട്ടാകുന്നത്? കട്ടായില്ല. കട്ടാകാൻ പറ്റുന്നില്ല. കട്ടാക്കാൻ പറ്റുന്നില്ലതാ. ഹലോ
ഇങ്ങോട്ടാ ഇങ്ങോട്ടാ മുടിച്ചു പോണോ നീയൊക്കെ ഇങ്ങോട്ടാ നീയൊക്കെ മുടിച്ചു കറക്റ്റ് നമ്മുടെ പിത്തൽജിയുടെ മരണദോഷം തന്നെ റിയൽ അടിക്കുന്നത് നീയൊക്കെ പുഴുത്തിയാവോടാ അയ്യോ അയ്യോ നല്ല സഹിക്കാൻ പറ്റില്ലടാ. എടുത്തിട്ട് വരാണോ അച്ചാർ വരെ എന്തെങ്കിലും കൊണ്ടുപോവാ പറ്റുന്നില്ല. അതെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ പുള്ളി വയ്യാത്ത കാലത്ത് പോലും വെടിവെക്കാൻ അറിയത്തില്ലേ പോലും മുന്നിലുണ്ടായിരുന്നു എല്ലാത്തിനും. അതെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചതാ. കാശിക്ക് പോയതാണെന്നാ നമ്മൾ അറിഞ്ഞത്. മെന്റിനെ പറ്റിയാ മരണത്തിന്റെ കാരണം എന്തായിരുന്നു? പൂച്ചടിച്ച് ഇൻഫെക്ഷൻ. പോയടാ ജമാലു. അണ്ണ ഒരു കാര്യം പറയണ്ടേ? എന്ത്? അണ്ണ ബിവിക്കനെ അടിക്കണം, അടുത്തിരിക്കണം. വെച്ചിട്ട് കൊച്ചുകൊണ്ടേ ജവാൻ വേണ്ട. കുപ്പി എടുക്കണം മാമന്മാരൊക്കെ കുപ്പി എന്തെങ്കിലും ഹലോ എടാ, ഒരു മരണ വീട്ടിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്താണോ നീ ഇങ്ങനെ സംസാരിക്കുന്നേ? മരണ വീടോ? പിത്തൽജി പോയടാ. എങ്ങനെ? പുള്ളി കുറച്ച് നാൾക്ക് മുമ്പേ മരിച്ചു. ഇപ്പഴാ ബോഡി കിട്ടിയത്. അണ്ണാ ഞാൻ ചന്ദന്തിരിയായി വരണ്ണ. ചന്ദന്തിരി? എന്താ ചന്ദന്തിരി? മരിച്ച വീടാന്ന് എല്ലാരും അറിയണ്ടേ? ആ, നീ ചന്ദന്തിരി വാഴക്കൊലയും കറുത്ത പൊടിയെല്ലാം ആയിട്ട് വാ, ടാർപ്പേ ജനറേറ്ററും എല്ലാം ആയിട്ട് ടിവിയുടെ ക്യാഗോസിലോട്ട് വാ. ഞാൻ ആദ്യം പഴത്തില് കുത്തിവെക്കാം, എന്നാ അവിടെ മണം പിടിക്കും. പഴമൊന്നും ഇല്ലടാ, എല്ലാം പോയി. പഴം അല്ല അണ്ണ, കറുത്ത തുണി വേണോ? പിന്നെ കറുത്ത തുണി വേണ്ടേ പറഞ്ഞ വീട്ടില്? അണ്ണ ഇവിടെ റാംബ്രാൻഡിന്റെ വൈറ്റ് കൊണ്ടുള്ളൂ. അത് മേടിച്ച് വല്ല കറുത്ത വെയിറ്റിൽ മുക്കിക്കൊണ്ടുവാ. അണ്ണ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ എട്ടാ വരണ്ടേ? കാണണം. മുള്ളി പിന്നെ മുള്ളി ആ ശവം അടക്കുന്നതിന് മുന്നേ ഒരു ദിവസം മെന്നി തന്നെ വേണമെന്ന് ഇപ്പൊ വിളിച്ചിരുന്നു കേട്ടോ. ശവം അടക്കുന്നതിന് മുമ്പ് ഒരു ദിവസത്തേക്ക് മെന്നി തന്നെ വേണമെന്ന്. എന്തിന്? അതെന്തോ ഒരു പണ്ട് എന്തോ അവര് തമ്മിൽ എന്തൊക്കെ കൊച്ചു കുസൃതികളുണ്ടായി, അതൊന്ന് ഓർമ്മ അയൽ വെക്കാനാണെന്ന് പറഞ്ഞു. വരാൻ പറഞ്ഞിട്ടില്ലേ? പറയാം. ഞാൻ ആൾക്കാരെയൊക്കെ അറിയിച്ചോണ്ടിരിക്കട്ടെ, എല്ലാരും വരുവേ. വന്നായിരുന്നു മള്ളി, രണ്ടുപേര് വന്നായിരുന്നു. 10 കോടി 20 കോടി പിറ്റലിന് കൊടുക്കാനുള്ള കണക്ക് പറഞ്ഞിട്ട്. അങ്ങനെ വരുന്നവരെല്ലാം അടിച്ചിറക്കണം ഇവിടുന്ന്. നമ്മൾ അടുത്തായിട്ട് നോക്കേണ്ട വലിയൊരു കാര്യമാണ്. ഇല്ലാത്ത കാശ് ചോദിച്ചു 1000 പേര് വരും. അത് ശരിയാ മള്ളി, പക്ഷെ അത് നോക്കണ്ട. പക്ഷെ ഈ അടക്കത്തിന്റെ ഒരു ചെറിയ ചെലവുണ്ടാവും. ഞാൻ ലാസ്റ്റ് ബില്ല് തരവേ. ഹലോ, ഞങ്ങളുടെ പിത്തൽജി പോയി ദർശന. പുള്ളിയെ പുലി അടിച്ചു വന്ന്. ഇതാണ് അടക്കം. ബോഡി എത്തിച്ചിട്ടുണ്ട് ഗ്യാങ് ഹൗസിൽ. കുറച്ച് കഴിയുമ്പോ വന്ന് കണ്ടിട്ട് പോണം. ഇനി ചിലപ്പോ കാണാൻ പറ്റിയില്ലേലോ. വന്ന് കാണണം ദർശന. ഒരു മിനിറ്റ്. ഹലോ, കേക്ക് പിത്തൽജി പോയി. കേക്ക് അത് പോയി. പിത്തൽജി അയ്യോ, അത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു മെമ്പറാ. ശരി, എവിടെ പോയി? മരിച്ചു പോയി. കേക്ക്
ആരാ കൊന്നേ? പുലി. നമുക്ക് പിടിക്കാം. പുലിയോ? ആ പിത്തൽജിയും പുലി തമ്മിൽ എന്താ പ്രശ്നം? അതെന്താ പ്രശ്നം പറഞ്ഞൂടാ അവര് തമ്മിൽ. പുലി കൊന്നു പുള്ളിയെ. മോശമായി പോലെ എവിടെ ഉള്ളത് എന്നിട്ട് പുള്ളിയുടെ ബോഡി ഗ്യാങ് ഇപ്പൊ കൊണ്ടുവരും. ആണോ? ഒന്ന് വന്ന് കാണണേ കേക്കേ. നമുക്ക് വേറെ ആരും ഇല്ലേ വിളിക്കാൻ? ഞാൻ എന്തായാലും വന്നേക്കാം. മിസ്റ്റർ എക്സിലെ എല്ലാരും വിളിച്ചോ? അത് വേണോ? ആ എല്ലാരും കൊണ്ടുവന്നു. കറുത്തുടുപ്പിട്ട് വരണേ. അപ്പൊ ഡ്രസ് ഷോപ്പിൽ പോയേക്കാം. ഓക്കെ. ഓക്കെ. ഇനി ആരെയാ വിളിക്കുള്ളേ? കൃഷ്ണകുമാർ. സിറ്റി അനൗൺസ്മെന്റ് ഇടാം. ഒരു മിനിറ്റ്. എടാ ഹലോ എടാ സിറ്റി അനൗൺസ്മെന്റ് ഒന്ന് ഇടാൻ പറയോടാ. ശവം എത്തിയോ? മരണ വീടല്ലേടാ ഇതൊരു. രണ്ടെണ്ണം അടിച്ച വിഷമം മാറും. എടാ അങ്ങോട്ട് വാ എല്ലാരും. എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക്. ദൈവത്തെ കൊണ്ടുവന്ന് അനൗൺസ്മെന്റ് ഇടിപ്പിക്കും. ശവം കൊണ്ടുവന്നിട്ട് ഉടനെ ദൈവത്തിനെ കൊണ്ടുവന്ന് അനൗൺസ്മെന്റ് ഇടിപ്പിക്കണം. ശവം വന്നതിന് ശേഷം. ഓക്കെ. ബാബു ആ ബാബു പറ. ബോഡി എല്ലാം കഴുകി വൃത്തിയാക്കി ഇവിടെ മിനിക്ക് വെച്ചിട്ടുണ്ട്. മള്ളി പുറകോട്ട് വന്നേ. എവിടെ? വണ്ടി അകത്തോട്ട് വണ്ടി ബോഡി അല്ലല്ലോ.